കോടമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഒടിയഞ്ചാലിൽ നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. 8 കോടി രൂപ ചെലവിലാണ് 43 കടമുറികളോടുകൂടിയുള്ള കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. കോടമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ജനസേവാ കേന്ദ്രമായ ഒടയഞ്ചാലിൽ പണിതീർത്ത ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പദ്ധതിയുടെ 1ാം ഘട്ടമാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചത്. 8 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സിൽ 43 കടമുറികളുണ്ട്. കാസർഗോഡ് ജില്ലയിലെ 4 പ്രധാനപ്പെട്ട റോഡുകളെ ബന്ധിപ്പിക്കുന്ന കേന്ദ്രമാണ് ഒടയഞ്ചാൽ. ഇവിടെ ഇത്തരത്തിലൊരു പദ്ധതി പൂർത്തിയാകുമ്പോൾ ഈ പ്രദേശത്തിന്റെ വികസനത്തിനും സമീപദേശങ്ങളിലേക്കുള്ള ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഉപകാരപ്പെടുന്നതാവും ഇത് എന്ന കാര്യത്തിൽ സംശയമില്ലെന്നും പഞ്ചായത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനു കൂടി ഉപകരിക്കുന്നതാവും ഈ പദ്ധതിയെന്നും പറഞ്ഞ മുഖ്യമന്ത്രി വികസനത്തിന്റെ സ്പർശം എല്ലാ പ്രദേശങ്ങളിലും എത്തിക്കുകയാണ് നവകേരള സൃഷ്ടിയിലൂടെ സംസ്ഥാന സർക്കാരെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ലോകം തന്നെ കേരളത്തെ നോക്കി ആശ്ചര്യപ്പെടുന്നു. നമ്മുടെ സംസ്ഥാനത്തുള്ള പാവപ്പെട്ടവര് ഒരു വീട് സ്വപ്നം കണ്ട് ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോകുന്ന ഒട്ടേറെ ആളുകൾ അവരുടെ കാര്യത്തിൽ വീട് നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. അതിനാണ് ലൈഫ് മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ 4.5 ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയാക്കാനായി. ബാക്കി പൂർത്തിയാക്കേണ്ട വീടുകളുടെ നിർമ്മാണം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. യോഗത്തിൽ മണ്ഡലം MLA ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. എം രാജഗോപാലൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ, ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി, വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ ശകുന്തള, ജില്ലാ പഞ്ചായത്ത് അംഗം ഷിനോജ് ചാക്കോ, കോടമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ടി സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ രജനി കൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ശൈലജ, പി ഗോപാലകൃഷ്ണൻ, NS ജയശ്രീ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PV ശ്രീലത, പഞ്ചായത്ത് അംഗം ജിനി ബിനോയ്, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ യു ഉണ്ണികൃഷ്ണൻ, ലേബർ ഫെഡ് ചെയർമാൻ AC മാത്യു, പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമാരായ യു തമ്പാൻ നായർ, സൗമ്യ വേണുഗോപാൽ, C കുഞ്ഞിക്കണ്ണൻ, VK തങ്കമ്മ, മീനാക്ഷി പത്മനാഭൻ, മുൻ MLA എം കുമാരൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P ശ്രീജ സ്വാഗതവും സെക്രട്ടറി SG വിപിൻ നന്ദിയും പറഞ്ഞു. അനുബന്ധമായി നടത്തിയ ചടങ്ങിൽ ഒടയഞ്ചാൽ, ചെറുപുഴ, പയ്യാവൂർ, പുളിക്കൽ, വള്ളിത്തോട്, ചരൽ, കൂട്ടുപുഴ, കച്ചേരിക്കടവ്, പാലത്തുംകടവ് വഴി സർവീസ് നടത്തുന്ന KSRTCയുടെ ഫ്ളാഗ് ഓഫ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M ലക്ഷ്മി നിർവഹിച്ചു. ഒടയഞ്ചാൽ ടൗണിന് സമീപം വാങ്ങിയ 2.75 ഏക്കർ സ്ഥലത്താണ് വ്യാപാര സമുച്ചയവും ബസ് സ്റ്റാൻഡും നിർമ്മിച്ചിരിക്കുന്നത്. 1.5 കോടി CFC ഫണ്ടും 24 ലക്ഷം തനത് ഫണ്ടും കേരള അർബൻ റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും വായ്പയെടുത്തതും ചേർത്ത് ആകെ 8 കോടി 14 ലക്ഷം രൂപ ചെലവഴിച്ച് 2 നിലകളിലായി പണിതീർത്ത ഷോപ്പിംഗ് കോംപ്ലക്സിൽ 43 മുറികളാണ് ഉള്ളത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പ്രവൃത്തിയുടെ കരാർ ഏറ്റെടുത്ത് നടത്തിയത്. ഷോപ്പിംഗ് കോംപ്ലക്സ് യാഥാർത്ഥ്യമായതോടെ ഒടയഞ്ചാൽ ഇനി കാസർഗോഡ് ജില്ലയിലെ തന്നെ പ്രധാന വ്യാപാര ഗതാഗത കേന്ദ്രമായി മാറും. ഭാവിയിൽ ബസ് പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കും. ന്യൂസ് ബ്യൂറോ, രാജപുരം.